ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ഞാൻ വയക്കൽ പെരുകാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പിന്നെ ഞാനിവിടെ വരാൻ തുടങ്ങിയപ്പോഴും ഞാൻ എൻ്റെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ വയക്കൽ സോണി നിവാസിൽ നിന്നാണ് വരുന്നത്. പിന്നെ അവിടെ ഞാൻ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞ് ഇങ്ങനെ അമ്മ പറയുന്നതനുസരിച്ച് പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൗഖ്യം കിട്ടും. ഈ മഹാഭാഗ്യം എന്നെ ഒരിക്കലും നിങ്ങൾക്ക് പാഴാക്കി കളയാതെ ഈ അമ്മയെ വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നത് ഏറ്റവും നല്ല. നമുക്കുള്ള പ്രയാസങ്ങളെല്ലാം അമ്മ മാറ്റിത്തരും. അല്ലാതെ ഇവിടെ ഇത് ആരും പറഞ്ഞു പറയിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയും വേണ്ട. ഞാൻ ഈ പറയുന്നത് ഇത് കേൾക്കുന്ന ആരായാലും ശരി തന്നെയാണ്. ഞാൻ മങ്കാട്ടുകടവിനക്കര കീണ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 3 വർഷത്തോളമാണ്. എനിക്ക് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 3 വർഷം ആവണം. അങ്ങനെ ഇരുന്നാണ് എൻ്റെ ഒരു മാല 2.25 പവൻ്റെ മാല കളഞ്ഞു പോയി. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ആ കാലം മുതൽ എനിക്ക് പലവിധമായ രോഗങ്ങളും അസുഖങ്ങളും എല്ലാം ഉണ്ട്. തൈറോയ്ഡ് ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, നടുവിന് വേദന, പിന്നെ കാലുമുട്ട് വേദന, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ളവളാണ് ഞാൻ. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന ശേഷം ഈ 3 വർഷം കൊണ്ട് ഞാൻ ഒരു മരുന്നോ ഒന്നും കഴിക്കുന്നില്ല. എൻ്റെ ഈ കൈമുട്ടിൽ തന്നെ ഒരു കഴല വന്ന് അത് ഞാൻ അമ്മയോട് പറഞ്ഞ് അത് ഇപ്പം എന്താ ചെറുതായിട്ടേ ഉള്ളൂ. മറ്റേ വലിയ ഒരു ഇതായിട്ട് വന്നുകൊണ്ടിരുന്നേന്ന് അതെല്ലാം മാറി തുടങ്ങി. ഇപ്പം ഞാൻ അമ്മയോട് പറയുക എനിക്ക് കണ്ണിന് ഇത്തിരി തിമിരത്തിൻ്റെയാണ്, അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരുപാട് എനിക്ക് കഷ്ടതയിൽ കൂടെ ഞാൻ വളർന്ന് വന്നതാണ്. ഈ 3 വർഷക്കാലം കൊണ്ട് ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഒരു മരുന്നും, ഒരു പനി വന്നാലോ ഒരു ചുമ വന്നാലോ ഒരു മരുന്നും ഞാൻ കഴിക്കുന്നില്ല. എനിക്ക് ആടുണ്ട്, പട്ടിയുണ്ട്, കോഴിയുണ്ട്. അത് യാതൊരു മൃഗങ്ങൾക്ക് ഒരു അസുഖം വന്നാലും ഞാൻ അമ്മയെ വിളിച്ച് പറയും. അപ്പോഴത്തേന് അമ്മ എനിക്ക് പവർ അയച്ചു തരും. ഞാൻ അതോടുകൂടി എനിക്ക് അത് സുഖപ്പെടും. എൻ്റെ ഒരാട്ടിനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കിടായി കുട്ടിയാണ്. അതെവിടെ ചാടി അതിന് നീരെല്ലാം വന്ന് ഭയങ്കരമായിട്ട് അത് കരഞ്ഞുകൊണ്ട് നിന്ന്. അപ്പോഴേ എല്ലാവരും പറഞ്ഞ് എൻ്റെ അടുത്ത് ഡോക്ടറെ വിളിക്കണം, അത് കാണിക്കണം, അതല്ലെങ്കിൽ അത് ചത്തുപോകും അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്ക് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മയെ ഞാൻ വിളിച്ച് പവർ അയച്ച് അതിനുശേഷം ഒരു പ്രാവശ്യമേ അവൻ കരഞ്ഞുള്ളൂ. പിന്നീട് അത് സുഖമായിട്ട് ഇന്ന് വരെയും സുഖമായിട്ട് നിൽക്കുന്നു. പിന്നെ അതുപോലെ ഒരാട് പ്രസവിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നാൽ ഉടനെ ഞാൻ അമ്മയെ വിളിച്ച് പറയും, അമ്മ അതിന് എനിക്ക് പവർ അയച്ചു തരും. എനിക്കായാലും ശരി തന്നെ. 3 വർഷം കൊണ്ട് ഞാൻ പ്രഷറിന് ഒന്നിനും ഒരു ഗുളിക പോലും ഇന്ന് വരെ ഞാൻ തൊട്ടിട്ടില്ല. അങ്ങനെ കഴിയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ പള്ളിയിലും പോയിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോഴും CSI പള്ളിയിലാണ് പോണത്.
പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഞാൻ പലരെയും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർ വരുന്നുണ്ട്, അവർക്കൊന്നും ഇത് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പലരിടത്തും ഞാൻ ഇവിടുത്തെ എൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം കിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ നമ്മാട്ടി കയറി ഇവിടെ തട്ടി. ഞാൻ തന്നെയാണ് ചേമ്പും ചേനയും കാച്ചിലും എല്ലാം എൻ്റെ വീട്ടിൽ നടന്നത്. അങ്ങനെ നട്ടപ്പോൾ മരത്തിൽ കയറി തട്ടി ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഒരു വഡ്ജി ചെയ്ത് അങ്ങ് മുഖമൊക്കെ മൂടിപ്പോയി, അത്ര ഇതായിട്ടിരുന്നു. എന്നിട്ട് പോലും ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, അമ്മ എനിക്ക് പവർ അയച്ചു തന്ന് അതെല്ലാം അങ്ങ് മാറിപ്പോയി. ഇപ്പം എനിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല, ഞാൻ വലിയ സന്തോഷവതിയാണ്. ഈ 3 വർഷം കൊണ്ട് ഒരു അസുഖങ്ങളോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഭർത്താവ് KSRTC ഉദ്യോഗസ്ഥനാണ്. എൻ്റെ ഭർത്താവിന് വേറൊരു ഭാര്യയുണ്ട്. അപ്പോഴേ പെൻഷൻ്റെ കാര്യത്തിന് വേണ്ടി എൻ്റെ പേരിലാണ് പെൻഷനൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അവർ 2 മക്കളെയൊക്കെ കളഞ്ഞിട്ട് പോയതിന് ശേഷം എന്നെ കെട്ടിക്കൊണ്ടുവന്നതാണ്. എനിക്കൊരു മോനുണ്ടായിരുന്നു, മോൻ മരിച്ചുപോയി. അങ്ങനെ ഇവിടെ ഈ ഭർത്താവും കൂടെ മരിച്ച് മാലയും കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ എൻ്റെ മോൻ ഇപ്പോഴ് ശിവഭഗവാന്റെ അടുത്താണ് ഇരിക്കണതെന്ന്, കൈലാസത്തിലാണ് എൻ്റെ മോൻ ഇരിക്കണതെന്ന് അമ്മ പറഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നേട്ടമേ ഉള്ളൂ. ഇന്ന് വരെ ഒരു കാര്യത്തിനും എനിക്കൊരു കുറവും വന്നിട്ടില്ല. പൈസ ആയാലും ശരി തന്നെ, എത്ര ഇല്ലാതെ ഇരുന്നാലും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ആ പൈസ എവിടെ നിന്നെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. എനിക്ക് 3-4 പട്ടിയുണ്ട്. ഒരു പട്ടിക്ക് തന്നെ അസുഖം വന്നാൽ ഞാൻ അമ്മയെ വിളിച്ച് പറയും, അമ്മ ഉടനെ ആഹാരം കഴിച്ചില്ലെന്നോ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ അവർ പവർ അയച്ചു തരും, അവർ സുഖപ്പെടുന്നുണ്ട്. അങ്ങനെ വളരെയധികമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ യൂട്യൂബിൽ വരുന്നത്. പിന്നെ എൻ്റെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാല കളഞ്ഞത് എന്നെ അമ്മ പറഞ്ഞ് പലയിടത്തും പോയി ചോദിച്ചപ്പോഴെല്ലാം പറഞ്ഞ് അത് ഒരിടത്ത് പോയപ്പോഴത്തേനും ഒരു നേറ്റങ്കര ഒരു ആളിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞ് അത് കൈ മറിഞ്ഞു പോയി, ഇനി കിട്ടൂല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ് ആരെയും കൈ കിട്ടിയിട്ടില്ല, നിങ്ങൾ കുഴ ഇറക്കാൻ പോയി ആ വിളയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. 70 ദിവസം അത് മണ്ണിൻ്റെ അടിയിൽ കിടന്ന് 70ൻ്റെ അന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഭീതിയായിട്ടിരിക്കുന്നു. എനിക്ക് ആ വിളയിൽ പോകണം. അത് ഗാറ്റൊക്കെ ഇട്ടൊരു പറമ്പാണ്. അവിടെ ചെന്ന് അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴതിൻ്റെ ഉടനെ കണ്ടപ്പം ചോദിച്ച്, എന്നും നിങ്ങൾ വന്ന് നോക്കിയതല്ലേ, എല്ലായിടവും തൂത്തുവാരിയൊക്കെ നോക്കിയല്ലേ, ഇവിടെ ഇല്ല. എൻ്റെ അടുത്ത് ദൈവം പറയുന്നുണ്ട് അവിടെ ഉണ്ട്, ആ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ അനുവാദത്തോടു കൂടി അവിടെ ചെന്ന് നോക്കാനും ഒരു കല്ലിളക്കി നോക്കിയപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ഒരു ഹോളിനകത്ത് ആ കല്ലിൻ്റെ അകത്തിരിക്കുകയും എനിക്ക് ആ മാല തിരിച്ച് കിട്ടുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഏറ്റവും ഭയങ്കര വിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ അമ്മയുടെ അടുത്ത് വരുന്നത്. ഇന്നും എനിക്കിത് നടുവേദനയും കൈമുട്ടുവേദനയൊക്കെ വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഓടി ഇവിടെ വന്നത്. ഇന്നും ഇതിലിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ല സൗഖ്യമുണ്ട്. അങ്ങനെ ഒരുപാട് ഇത് അസുഖങ്ങളൊക്കെ മാറ്റം വന്നിരിക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.